ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ശുഅറാ. ആ ശുഅറാ എന്ന് പറയുന്ന സൂറത്തെടുത്ത് നോക്ക്. അല്ലാഹുവേ, എന്താണ് ശുഅറാ എന്ന് പറഞ്ഞാൽ? കൂടിയാലോചന, മുശാവറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. മോനെ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്, വീട് വെക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണമെന്നറിയുമോ? കൂടിയാലോചന നടത്തണേ, അറിവുള്ളവരോട് ചോദിക്കണേ, വീട്ടിലെ കാരണവന്മാരോട് ചർച്ച ചെയ്യണേ. ഇത് ചെയ്യണമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അങ്ങനെ ചോദിച്ച് കാണിച്ചു തന്നതും അല്ലാഹു തന്നെയാ. അള്ളയാ കാണിച്ചു തന്നത്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അതാ പരിശുദ്ധമായ ഖുർആൻ. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, ആദമിനെയും ആദമിന്റെ സന്താന പരമ്പരകള് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ചപ്പോ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു, മലക്കുകളെ, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട കാര്യമില്ല. പടച്ചവൻ ഒരിക്കലും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവാ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബാ. അല്ലാഹുവിനോട് മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹ്ക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹ് എന്നിട്ട് എന്താ പറഞ്ഞ്? ഈ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, വേണ്ട പടച്ചവനെ, വേണ്ട പടച്ചവനെ. അല്ലാഹ് പറഞ്ഞതെന്തേ? ഇന്നി അഅലമു മാ ലാ തഅലമു. നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. അല്ലാഹു മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അല്ലാഹ് ഈഗോ കാണിക്കാതെ ചോദിച്ചു. അല്ലാഹ് അഭിപ്രായം ചോദിച്ചു. അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട്, നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട്, ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോട് നീ ഒന്ന് ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ഉറക്കെ പറ, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ഇൻഷാ അല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരും. ഇന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 100 പ്രാവശ്യം 15 മിനിറ്റ് മതി ഒന്നിരുന്നാൽ. നിങ്ങൾ വിചാരിക്കുക എളുപ്പമാണ്, പാടാന്നില്ല, എളുപ്പമാ. 15-20 മിനിറ്റ് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടെത്തുന്നത് വരെ സംസാരിക്കരുത്. നിങ്ങൾ ഓരോ ആണും ഓരോ പെണ്ണും ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ എണ്ണിക്കോ 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിയാൽ അൽഹംദുലില്ലാ, ആരുടെ ഇറച്ചി തിന്നണ്ട, രക്ഷപ്പെട്ടു. ഏഷണിയില്ല, പരദൂഷണമില്ല, ഒന്നുമില്ല. അൽഹംദുലില്ലാ. ഇവിടെ നിന്ന് വീടെത്തുന്നത് വരെ നടന്നു പോകുന്ന വഴിയിൽ പ്രസംഗിച്ച സിറാജിനെ കൊല്ലാൻ നിൽക്കാതെ അൽഹംദുലില്ലാ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടുപോ. 100 തികയ്ക്ക് നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചോദിക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓനാരടാ അവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ? ഓൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇപ്പം ചെയ്യാൻ ഓനാരാ? നമ്മളങ്ങനല്ല. എല്ലാം ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, അള്ളയാ മാതൃക കാണിച്ചു തന്നത് എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ?
ഹന്തക്കിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താ? സഹാബികൾ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, ചരിത്രം പറയുന്നു. അപ്പൊ പ്രവാചകനും തന്റെ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് തെളിവായി. പക്ഷെ ഞാനും ചോദിക്കത്തില്ല, നിങ്ങളും ചോദിക്കത്തില്ല, നമ്മളാരും ചോദിക്കാറില്ല. പെണ്ണ് കെട്ടാൻ പോയപ്പോ എത്ര പേരാ ചങ്ങാതി വീട്ടിലെ കാരണവന്മാരോട് ചോദിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്ക്. വിവാഹ ജീവിതം പെണ്ണ് കെട്ടിയിട്ട് കിടന്ന് സക്കറാത്തിന്റെ വലി വലിക്കണ കാക്കാമാരുണ്ടല്ലോ, ഭർത്താക്കന്മാര്. ഞാൻ ചോദിക്കട്ടെ, നീ പെണ്ണ് കെട്ടിയപ്പോ നിന്റെ വീട്ടിലെ ഏത് കാരണവനോടാ നീ ചോദിച്ച്? പെണ്ണ് കെട്ടിയിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ, ചോദിച്ചുകൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിലും വാപ്പാനോടെങ്കിലും ചോദിച്ചൂടെ? അതെങ്ങനെ? പെമ്മക്കള് വീട്ടിൽ കയറി വന്നിട്ട് പറയും, വാപ്പ ഒരുത്തനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ച. മോളെ, അവൻ നമ്മുടെ ജാതിയല്ലല്ലോ, ഞാൻ പൊക്കോളാം. വാപ്പ കെട്ടിച്ചരണ്ട, ഞാൻ പൊക്കോളാം. 18 വയസ്സായി. കോടതി ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവനെ മതിയെന്ന്. അലിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം തീരുമാനമെടുക്കരുത്. സ്വന്തം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീ ഒന്ന് അഭിപ്രായം ചോദിക്കുക. എന്തഭിപ്രായമില്ലേ? ഒരു കാര്യത്തിനും ചോദിക്കത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അക്കപ്പുറ അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ കാരണവന്മാരുടെ, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്, ഇന്നത്തെ കാരണവന്മാരുടെ കാര്യം ഒന്നും പറയണ്ട. ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, നിക്കാഹ് കഴിഞ്ഞിട്ട് 8 മാസമായി ഉസ്താദ്, എൻ്റെ പെണ്ണുമ്പിള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നീ എന്തേടാ വിളിച്ചോണ്ട് വരാത്തെ? വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദ് സ്വന്തം പെണ്ണുമ്പിള്ളെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ചോദിച്ചു, അതെന്തേ? അല്ല, നാട്ടിൽ കുറെ നടപ്പുകളുണ്ട്, ചടങ്ങുകളുണ്ട്, അത് പറ്റിയാലേ പറ്റത്തുള്ളൂ. ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായില്ലേ? നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവനും ഭാര്യയും ഭർത്താവുമായി. അതൊക്കെ സുമ്മാ ചടങ്ങ്. യഥാർത്ഥത്തിൽ ഇനി ഭാര്യയാകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം. അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പച്ച മടലി വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് കഴിച്ച്, ചങ്ങാതി, നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുന്നത്ത. അറിയോ? നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ. അവർക്ക് സുന്നത്തുണ്ട്. ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത്. നിക്കാഹ് കഴിഞ്ഞ് അവിടെ ഇവിടെ വഴുതു പറച്ചില്ല മൊബൈലിലൂടെ. ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോണം അന്തസ്സോടെ. നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പുന്നൊക്കെ പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്കോട് പ്രതിഫലം കിട്ടും. ഇപ്പൊ പിന്നെ കല്യാണത്തിന് ഇപ്പൊ വിളിച്ച ആരും വരാറില്ല, കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, വളയിടാൻ പോയപ്പോ വിളിച്ചില്ല, ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല, അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, പെണ്ണ് കാണാൻ പോകുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോൾ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം. വീട്ടിൽ വാപ്പാടെ വാപ്പ, വലിയ ഉപ്പാടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നീ ആദരിക്ക്, അവരെ നീ ബഹുമാനിക്ക്. ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക്. നീ അങ്ങനെ ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന്, നിങ്ങൾ മുസാവറ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. അങ്ങനല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വഅംറുഹും ശുഅറാ ബൈനഹും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുസാവറ ചെയ്യണം, നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം. അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. അവസാനമത് നാശത്തിലേക്കെത്താ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മുസാവറയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. നീ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ, അല്ലാഹുവിന്റെ സഹായം നീ നേടണേ. എങ്കിലേ അതിൽ ബർക്കത്തുണ്ടാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ തൃപ്തി നീ നേടണം.
എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ സഹായം നീ നേടണം. അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. ഒരു 10-15 കൊല്ലം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? വെട്ടിയടിക്കുമായിരുന്നു? എടാ, നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പള്ളി കൊടുക്കുമായിരുന്നു. 10 മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ. ഒരു കോഴി അള്ളാടെ പള്ളിക്ക്. ഇപ്പോഴോ നിന്റെ ആമാശയത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെയാണെന്ന് കരുതിയോ? 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇറങ്ങിയിട്ടൊരു 10 രൂപ വഞ്ചിപ്പെട്ടിയിലിടും. എന്തിന്? ലോഡ് കൊണ്ടുപോകുമ്പോ, ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സദക്ക കൊടുക്കാറുണ്ടല്ലോ. അത് വെറുതെ ആയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം വേണോ? നീ ഒരു സദക്ക കൊടുക്ക്, നീ ഒരു പാവപ്പെട്ടവനെ സഹായിക്ക്. അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. പാവങ്ങളെ സ്നേഹിക്ക്, പാവങ്ങളെ സഹായിക്ക്, എന്തെങ്കിലും ഒരു സദക്ക ചെയ്യ്. അതിലൂടെ അള്ളാന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ഒരു സദക്ക കൊടുക്കാൻ. പുതിയ വീട് വെച്ചപ്പോ വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് സദക്ക കൊടുത്ത എത്ര പേരാ ഉള്ള? പള്ളിയുടെ വഞ്ചിപ്പട്ടിക്കകത്ത് 5 പൈസ ഇട്ടിട്ടുണ്ടോ? ലക്ഷങ്ങളുടെ ബോട്ടെടുക്കാൻ പോയപ്പോ പള്ളിക്കൊരു 10 രൂപ കൊടുത്ത ആരുണ്ട്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുത്ത എത്ര പേരുണ്ട്? കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് 1 രൂപ കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും? എന്നിട്ട് ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ കടന്നിട്ട് നിലവിളിക്കാം. ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മളൊക്കെ വിവാഹം നടത്താറുണ്ട്, നമ്മളെല്ലാവരും വിവാഹം നടത്താറുണ്ട്. എങ്കിൽ ആ വിവാഹത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തി ആരാ? ഒരാഴ്ചയ്ക്ക് നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ നേരെ ആഡിറ്റോറിയത്തിൽ പോയി ഒരു ആഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ. എത്ര രൂപയാണ്? അവൻ പറഞ്ഞു 50,000 രൂപ. ശരി, ഓക്കെ. ചോറ് വെക്കാനുള്ളവനെ വിളിച്ചു. എത്ര രൂപ വേണം? 25,000 രൂപ. ഓക്കെ. വസ്ത്രമെടുത്തു, ക്യാമറമാനെ വിളിച്ചു, ചോദിക്കുന്ന പൈസ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കല്യാണ ദിവസം ഒരുങ്ങി കെട്ടി കൂട്ടായി പള്ളിയിൽ പോയി. കൂട്ടായി പള്ളി വെച്ചായിരുന്നു നിന്റെ നിക്കാഹ്. അങ്ങനെ നിക്കാഹിന്റെ സമയമായപ്പോ എല്ലാവരും ഒരുങ്ങി കെട്ടി പള്ളിക്കകത്ത് വന്നിരുന്നു. ചെറുക്കനും വന്നു. അങ്ങനെ മുഖാമുഖം ഇരിക്കുമ്പോ ആ പള്ളിക്കകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തതാരാ? പള്ളിയിലെ ഉസ്താദ്. കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വഅൻകഹ്തുക ബിന്തി സുമയ്യ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു. എന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യുകയാ, അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലുതുഫിൻ വആഫിയ. അറിയോ അർത്ഥം? അല്ലാഹ് നീ ബർക്കത്ത് വടച്ചവനെ. ബാക്കി എല്ലാവരും കാന അടിച്ചിട്ട് പോയി. പള്ളിയിലെ ഉസ്താദ് നിന്റെ കൈ പിടിച്ചിട്ടിരുന്ന് ദുആ ചെയ്തപ്പോ ആമീൻ പറയാൻ പോലും ചിലപ്പോൾ നിന്റെ കൂട്ടുകാരില്ല, മൊബൈലും പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ലൈവ്. പലരും ഇങ്ങനെ ഇരിക്കുക, കാലിന്റെ മേലെ കാലും കെറ്റി വെച്ചിട്ട് കൈ പോലും നേരെ പിടിക്കാൻ വയ്യാതിരിക്കുക. അപ്പൊ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തത് പള്ളിയിലെ ഖത്തീബ, നിന്റെ നിക്കാഹ് നടത്തിയ ഉസ്താദ്. ഇറങ്ങിപ്പോകാൻ നേരത്ത് വാപ്പാനോട് ചോദിക്കുക, എത്ര കൊടുക്കണം വാപ്പ? 500 വേണോ 250 വേണോ? ആത്മാർത്ഥമായിട്ട് നിന്റെ മകൾക്ക് അല്ലാഹുവേ ഇവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്ത ഉസ്താദിന് 250 രൂപ. ആഡിറ്റോറിയംകാരനും ചോറ് വെക്കാൻ വന്നവനും ക്യാമറാമാനും വണ്ടി വന്നവനും ചോദിച്ച കാശ്. അതുകൊണ്ടാ 4 ദിവസം കഴിഞ്ഞപ്പോ, അന്നതുകൊണ്ടാണ് തിന്നെല്ലാരും സലാം പറഞ്ഞു പോയി. 4 മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി ഓഫീസിനകത്ത് അക്കരെ ഇക്കരെ ഇരിക്കുക, പഠിച്ചവനെ ഒന്ന് നേരെയാക്കി താ ഉസ്താദേ എന്ന്. അല്ല ബർക്കത്ത് തന്നില്ലേ, അല്ല ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടാണ് 4 മാസം തികയുന്നതിന് മുമ്പ് 2 കസേരയിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇരുന്നിട്ട് പറയുക, മഹർ 5 പവൻ തിരിച്ചു വേണം, വള 2 എണ്ണം, മോതിര 1 എണ്ണം, പിച്ചതുണ്ടെന്ന പോലെ എല്ലാം തിരിച്ചു വാങ്ങായിരുന്നിട്ട്. എന്തേ അങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഒരു നല്ലതുപോലെ ഒരു 10 രൂപ കൊടുത്തുകൂടായിരുന്നു അന്തസ്സോടെ. ഒരു സദക്ക നീ ചെയ്യ്.
ആ സദക്ക ഇനി ഉസ്താദിന് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്താലും പള്ളിയിലെ ഖത്തീബിന് കൊടുക്കണമെന്നല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, ഒരു രോഗി, ഒരു യതീം, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നീ 10 രൂപ സദക്ക കൊടുക്ക്. അതിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അല്ലാഹുവിന്റെ സഹായം വേണോ, അതിലൂടെ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ. അല്ലാഹുവിന്റെ തൃപ്തിയില്ലാതെ കഴിയില്ല. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി എന്താ? ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. ഫക്കീറന്മാരുണ്ടല്ലോ, മിസ്കീന്മാരുണ്ടല്ലോ, ആ പാവപ്പെട്ടവരെ സ്നേഹിക്ക്, ആ പാവപ്പെട്ടവരെ സഹായിക്ക്. അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, പഠിച്ചവനെ കോളേജുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സദക്ക ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്ക്. അതിലൂടെ റബ്ബ് നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായമാണ് വേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബിയുടെ പൊരുത്തമില്ലാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയില്ലാതെ, ലോകത്തിന്റെ നേതാവിന്റെ സഹായമില്ലാതെ നിനക്കെങ്ങനെയാ സമാധാനം കിട്ടുക? നിനക്കെങ്ങനെയാ സന്തോഷമുണ്ടാവുക? ഒരു നല്ല ജീവിതം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ലക്ഷങ്ങളുടെ വീട് പണിതിട്ട് കിടന്നാൽ ഉറക്കം വരാതെ, കിട്ടിയാ തികയാതെ, സമാധാനമില്ലാതെ നെട്ടോട്ട് മൂടുന്ന സഹോദരാ, എന്തേ നിനക്ക് സമാധാനമില്ലാതെ പോയത്? ഏത് ബിസിനസ് തുടങ്ങിയാൽ പടച്ചവനെ നഷ്ടത്തിലായി, ലക്ഷങ്ങളുടെ കടം വരാനുള്ള കാരണമെന്താ? അതിനകത്ത് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, അല്ലാഹുവിന്റെ സഹായമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ, കരുണിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമുണ്ടോ? പൊരുത്തം വേണോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂല് സഹായിക്കണോ? അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ നിനക്ക് വേണോ? അതിനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മുത്തുനബിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തതാണല്ലോ. ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനായിരുന്നല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ മുത്തുനബിയല്ലേ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ പൊരുത്തം നിന്റെ വീടിന്റെ അകത്ത് വേണോ? നിന്റെ കച്ചവടത്തിൽ വേണോ? നിന്റെ വാഹനത്തിൽ വേണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ വേണോ? അതിലൂടെ നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനോദനേ,